ഈ വിഷുവിന് നമ്മൾ ശാന്തിയോടെയും സമാധാനത്തോടും കൂടി ജീവിക്കും. പരസ്പരം വഴക്കുണ്ടാക്കി ഈ വർഷത്തെ വിഷു കുളമാക്കില്ല. ഗുരുവായൂരപ്പനാണ് സത്യം. അല്ല, നാളെ വിഷു അല്ലേ, പാവം ഗുരുവായൂരപ്പന് ഒരുപാട് ജോലിയുള്ളതാ, ഡിസ്റ്റർബ് ചെയ്യണോ? അത് തന്നെയല്ല, ഗുരുവായൂരപ്പനാണ് തന്നെയാണെന്ന് നമുക്കറിയാം. അവിടെ അദ്ദേഹത്തിന് 10-16 ഭാര്യമാരുള്ളതല്ലേ. അയ്യോ അമ്മ, അതല്ല, പിന്നെ ഗുരുവായൂരപ്പനാണ് സത്യം. ഓ, ഈ ചെറിയ നിസാര കാര്യത്തിനൊക്കെ പോയി അങ്ങനെ പിടിച്ച് ഇത് ഒരു കൊല്ലം കൊണ്ട് നടക്കേണ്ടതാ. ചിലപ്പോ ചില അല്ല, അത് പറ്റത്തില്ല. സത്യം എടുത്തേ പറ്റൂ. ഗുരുവായൂരപ്പനാണ് സത്യം. ഗുരുവായൂരപ്പനാണ് സത്യം. പോടാ, നിന്റെ പണിക്ക് പോകും. എനിക്കങ്ങ് വയ്യ. പറഞ്ഞിട്ടിരുന്നാ മതി. ഇല്ല, ഇത്രയും പറ്റത്തില്ല. നിന്റെ അർജുനാണ് സത്യം. അതൊന്നും പറ്റത്തില്ല. ഗുരുവായൂരപ്പനും അർജുനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഇങ്ങനെ തന്നെ പറയണം. ഗുരുവായൂരപ്പനാണ് സത്യം. ശരി, പറയാം. ഗുരുവായൂരപ്പനാണ് സത്യം. അമ്മ ഇപ്പഴും സത്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഗുരുവായൂരപ്പൻ പറഞ്ഞില്ല. പറഞ്ഞു. നീ അധികം വിളയില്ലേ, അവിടെ പോയി മതി, ഇത്രയും മതി. അത് കൊള്ളാം. എന്റെ അമ്മേ, എന്റെ മോഹനവല്ലി, ഈ മനുഷ്യൻ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു ഉണ്ടാക്കിയിരിക്കുന്നതേ അവർക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ വേണ്ടിയാ. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരില്ലേ. നിന്നെ ഞാൻ തന്നെയാ പറ്റത് കേട്ടോ. അവനെ എനിക്ക് ഉപദേശം തരാൻ വന്നിരിക്കുന്നു. ആരാടാ ഈ കഴിഞ്ഞ ഓണത്തിന് വഴക്കുണ്ടാക്കിയത്? അമ്മ. ഞാനാണ് വഴക്കുണ്ടാക്കിയത്. എനിക്ക് അത്തപ്പൂക്കള മത്സരത്തിന് 1ാം സമ്മാനം കിട്ടി. ഞാൻ പ്രൈസും കൊണ്ട് വന്നപ്പോ അമ്മ എന്തൊക്കെയാ പറഞ്ഞ? അത്തപ്പൂക്കള മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയത് വേറെ പെൺപിള്ളേർക്ക്. നീ അങ്ങാണ്ടൊന്നും ഒരു ഗ്ലാസ് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് തന്നിട്ട് അല്ലി ഈ പിള്ളേര് വന്നിട്ട് തന്നോണ്ടല്ലേ. അയ്യോ, നിർത്ത്. പ്രതിജ്ഞ എടുത്തപ്പോ നാക്ക് വായിലോട്ടിട്ടല്ലേ ഉള്ളൂ. അതിന് മുമ്പേ തുടങ്ങിയോ? ആരെടുത്ത് വായിലോട്ടിട്ടു? നമ്മളല്ലേ ഇപ്പൊ പ്രതിജ്ഞ എടുത്ത്. എന്നിട്ട് ശരിയാ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ പിടിച്ചാ സത്യം ചെയ്തിരിക്കുന്നത്. ഉടക്കരുത്. അയ്യോ, അതിനാരൊടക്കി? ഞങ്ങള് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തെ കുറിച്ച് ഒന്ന് അയവിറക്കിയതല്ലേ. മോളെ, നീ ഒരു കാര്യം ചെയ്യ്. നാളെ ഇപ്പം നമുക്ക് വിഷുവിന് ഉണ്ടായിട്ട് സാധനങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് എഴുതേണ്ട അവന്റെ കയ്യിലോട്ട് കൊടുക്കും. എപ്പോഴേ കൊടുത്തോ? എന്നിട്ടാണോടാ ഇരുന്ന് പ്രസംഗിക്കുന്നത്? വാങ്ങിച്ചോണ്ടാ ഡാഡി, ഒറ്റ മിനിറ്റ്. എന്തുവാടാ അവന്റെ ലിസ്റ്റ്? അവന്റെ ലിസ്റ്റ് ഒരുപാടുണ്ടോടാ? ചൈനീസ് പടക്കം, മാലപ്പടക്കം, പിന്നെ പിന്നെ പൂത്തിരി, ബോംബ്. ബോംബ് വേണം. എന്നെ അറിയത്തില്ലല്ലോ. പറയാനൊക്കത്തില്ല, എങ്ങോട്ടാ എറിയുന്നൊന്നും ഇപ്പൊ പറയാൻ ഒക്കത്തില്ല. അല്ലമ്മേ, ബോംബ് വേണം. നല്ല ശബ്ദത്തിൽ പൊട്ടിയാലല്ലേ നാട്ടുകാർ നമ്മുടെ പവറിനെ കുറിച്ച് അറിയത്തുള്ളൂ. എന്ത് പറഞ്ഞാലും ശരി, വിഷുക്കണിയും ഇവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ ഈ നാട്ടിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ആഘോഷം നമ്മുടെ വീട്ടിലായിരിക്കണം, പ്രത്യേകിച്ച് ആ മല്ലികക്കാട്ടിലും. പിന്നെ എനിക്കൊരു എലിവാണം മേടിച്ചു തരണം സ്പെഷ്യൽ ആയിട്ട്. ഇവിടുന്ന് കത്തിച്ചിട്ട് അവളുടെ വീട്ടിലോട്ട് വിടാനാ. അതിന്റെ തുമ്പേല് വേണം കയറി പിടിക്കും. വേഗം അങ്ങ് എത്താമല്ലോ. എന്താ കാരണത്തിൽ അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എടാ, ആ ലിസ്റ്റിനകത്ത് കൊന്നപ്പൂ എഴുതിയിട്ടുണ്ടോന്ന് സംശയമോ? ഉണ്ടോ? വാങ്ങിച്ചോണം കൊന്നപ്പൂ, മറക്കരുത് കേട്ടോ. ഇതിനകത്തല്ല, നിന്റെ മറ്റേ ലിസ്റ്റിനകത്ത്. അല്ലമ്മ, ഈ കൊന്നപ്പൂ ഏത് കളറിലുള്ള വേണം? എല്ലാ കളറും വാങ്ങിച്ചോ, ഓരോന്ന്. എടാ കൊരങ്ങ, കോഞ്ഞാണ്. കൊന്നപ്പൂവിന് എത്ര കളറുണ്ടടാ? ഇതിനെങ്ങനെ ഈ 2 മക്കളുണ്ടായി? എന്തൊക്കെ പറഞ്ഞാലും ഡാഡി കുപ്പി വാങ്ങിക്കാൻ മറക്കില്ല. ഇപ്രാവശ്യത്തെ വിഷു കുളമാക്കാൻ പോകുന്ന അർജുനേട്ടനായിരിക്കും. നോക്കിയോ, മദ്യം ഇല്ലാതെ എന്തോണോ എന്ത് വിഷു. മുട്ടേന്ന് വരുന്നില്ല, അതിന് മുമ്പേ വെച്ചേരും കേട്ടോ. എന്റെ അച്ഛമ്മ, എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, പിന്നെ കേരളീയരുടെ കാര്യമാ. കേരളയുടെ കാര്യം മൊത്തം നിന്റെ കയ്യിലാണോടാ? അത് ശരിയാ അച്ഛമ്മേ. വിഷു കഴിഞ്ഞാ പത്രത്തിൽ കാണാം മദ്യം വിറ്റ കോടികളുടെ കണക്ക്. ഓ, നീ ആയിരിക്കും കണക്കെടുക്കാൻ പോകുന്നോളൂ. 2 കണക്കാ. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നു. നീ ലിസ്റ്റിനകത്ത് ചക്ക മാങ്ങ എഴുതിയിട്ടുണ്ടോ? അയ്യോ, ബെസ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലായിരുന്നു അത് എഴുതണമെന്ന്. ഇവിടെ എവിടെ പോയി ചക്ക മാങ്ങ അന്വേഷിക്കും ഇനിയിപ്പം? ഓ, ചക്കയും മാങ്ങയൊന്നും വെച്ച് അതൊക്കെ പണ്ടത്തെ. നമുക്ക് വല്ല ആപ്പിളോ റംബൂട്ടാനോ റംബൂട്ടാൻ വെച്ച് നീ ഉണ്ടാക്കിക്കോ. എന്റെ അച്ഛമ്മേ, ഇന്നത്തെ കാലത്ത് ആരും ഒറിജിനൽ ചക്കയും മാങ്ങയൊന്നും വെക്കത്തില്ല, വല്ല പ്ലാസ്റ്റിക്കിന്റെ അല്ലേ വെക്കുന്നത്. പ്ലാസ്റ്റിക് അതൊന്ന് ന്യൂ ജനറേഷൻ, നിന്റെ കാലത്ത് കേട്ടോ. അപ്പൊ കണ്ടാ മതി, ഞങ്ങൾക്കൊന്നും വേണ്ട. നീ പറയുമ്പോ ചക്കയ്ക്ക് മാങ്ങയ്ക്ക് അവിടെ പോവും.
ചക്കയ്ക്കും മാങ്ങയ്ക്കും എവിടെ പോകുന്നു വെച്ച് കഴിഞ്ഞാ നമുക്ക് ഇവിടെ എങ്ങനെ ഇറങ്ങി അന്വേഷിക്കാം. അമ്മ പോയി തിരക്കിട്ട് വാ. പിന്നെ ഈ കാല് വയ്യാത്ത ഞാൻ ഈ വെയിലത്തെ ചക്ക അന്വേഷിച്ച് പോകാൻ പോയില്ലയോ? നാണക്കേടാ അമ്മ എനിക്ക്. നിനക്ക് നടക്കട, എനിക്ക് നടക്കണമെന്നില്ലയോ? ഞാന് വക്കീല് വക്കീലിന്റെ ഭാര്യയാണ്. എനിക്കിപ്പോ ഇറങ്ങി നടക്കാൻ വിഷു, പ്രതിജ്ഞ, ഗുരുവായൂരപ്പൻ. എന്റെ അമ്മയ്ക്ക് ചക്ക വേണമെങ്കിൽ ഞാൻ പോയി കൊണ്ടുതരും. നമ്മൾ ഒരുമിച്ച് പോകും. മോഷ്ടിക്കാനായിരിക്കും പോകുന്നത്. മോട്ടിച്ചാലേ കിട്ടത്തുള്ളോ? അല്ലാതെ കിട്ടത്തില്ലയോ? അതൊക്കെ മോട്ടിക്കേണ്ടി വരും. കിട്ടാ കനിയല്ലേ, മോട്ടിക്കേണ്ടി വരും. അമ്മ വാ. എന്നെ എഴുന്നേപ്പിച്ച ഇവിടുന്ന്. ഇവിടെ വഴക്ക് കൂടരുത് രണ്ടും കൂടെ കേട്ടോ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് പഠിച്ചേ. പറഞ്ഞു പഠിക്കാതിരിക്കരുത്. പോയിരുന്നു പഠിക്കും. മിക്കവാറും രണ്ടുപേരും വിഷു ആഘോഷിക്കുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ എനിക്ക് നമുക്ക് സ്വസ്ഥായിട്ട് ആഘോഷിക്കാം. ഓ, ഈ നാട്ടിലെങ്ങും ചക്കയില്ലമ്മേ. അതെങ്ങനാ? 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് മുഴുവനും അങ്ങ് വീട് വെച്ച് തീർക്കും. പിന്നെ ഇവിടുന്ന് ഒരു പ്ലാവും മാവും ഒക്കെ കാണുന്നു. ഇത് ഓമയ്ക്കയാ. ഇനിയിപ്പോഴേ മീനാക്ഷി പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിന്റെ ചക്ക വാങ്ങേണ്ടി വരും. ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടോ? ചക്കമരം എവിടെ? പ്ലാവ്. പോത്തേ, അത് ചക്കമരമല്ല, തേക്കാ. ഓ, ഇതാണോ തേക്ക്? നിന്റെ സോറി അമ്മേ, ചെറുപ്പത്തിലങ്ങാണ്ടൊരു ചക്കമരം കണ്ടതാ. ഇനിയിപ്പോ ആരോട് ചോദിക്കും? ഓ, ഞാനൊരു കാര്യം ചെയ്യാം. കോവിലിക്ക് ഫോൺ ചെയ്തിട്ടേ അവിടെ എടുക്കുന്ന അവിടെങ്ങാനും ഒരു ചക്ക ഉണ്ടെ കൊണ്ടുവരാൻ പറയാം. അതിലും ഭേദം മരിക്കുന്നതാ. എന്നാ പിന്നെ നീ അങ്ങ് പോയി മരിക്കേ. നീ ഇങ്ങോട്ട് നടക്ക്. കാര്യം പറയാം. ചെമ്പരത്തിപ്പൂ. നാളെ ഒന്ന് പറിക്കാം. അമ്മേ, ഇത് നല്ല പച്ചപ്പുള്ള നല്ല പുഷ്ടിയുള്ള പറമ്പ് അല്ലേ? ഇതിനകത്ത് ചക്കയും മാങ്ങയൊക്കെ കാണുന്നു. എല്ലാം കാണും. അതുകൊണ്ട് കണിക്കൊന്നൊക്കെ നിൽക്കുന്നുണ്ടോ? അതൊന്നും രണ്ട് പൂ പൊട്ടിക്കാം. അതെ, ഈ മതില് ചാടി കിടന്നിട്ടേ ഞാൻ രണ്ടെണ്ണം ചൂണ്ടിയാലോ? ഒരു അഹങ്കാരി മതിലായിട്ടിട്ട് ചൂടണോ? നേരിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചാലെന്താ? ഒരു ചക്ക തരുവോ എന്നങ്ങ് ചോദിക്കാവല്ലോ നമുക്ക്. വരും, തരില്ല. നാണക്കേടല്ലേ വേണോ? എടി, മതിലിയാടി കക്കുന്നതിനേക്കാൾ നല്ലതല്ലയോ നേരിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നത്? ചക്കയുടെ കൂട്ടത്തിൽ നമുക്ക് 2 മാങ്ങ എന്തും കൂടെ തരുമോ എന്ന് ചോദിക്കാം. തേങ്ങയും കൂടെ ചെയ്യും. കൂട്ടിക്കിടക്കണല്ലോ അമ്മ. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. അതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നു. ഇവിടെ ചക്ക കാണത്തില്ല, പട്ടിയെ കാണത്തുള്ളൂ. ഓ, ചക്കയും മാങ്ങ ഉണ്ടെന്ന് ഇതുപോലെ എഴുതി വെക്കാൻ പോവല്ലേ? നിന്റെ അമ്മ ദേ ഇവിടെ ആളുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ മതിൽ ചാടി 2 ചൂണ്ടിക്കൊണ്ട് വരാമേ. എടി ഇന്ദിരവളെ, നീ കൊച്ചിലെയൊക്കെ മതിലി അടിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്റെ മോൻ കല്യാണം കഴിച്ചതിന് ശേഷം നീ മതിലി അടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു ചക്ക ഉണ്ടോ? പ്ലാവും വില മാത്രമുണ്ട്, ചക്കയൊന്നുമില്ല. ചക്ക ഇല്ല, എവിടെയും ചക്ക കാണാനില്ല. മല്ലിക വരുന്നത് ചക്ക വാങ്ങിക്കാൻ പറയില്ല. നമ്മൾ എവിടെ പോവാന്ന് പറയണേ? പുറത്തൊക്കെ ഇറങ്ങാറുണ്ടോ? അല്ല, ഞങ്ങള് 2 സാരി വാങ്ങിക്കാൻ. അല്ലേ, ഞങ്ങള് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. അതെ, നടക്കാൻ ഇറങ്ങിയതാ. മോർണിംഗ് വാക്ക് രാവിലെ ഇറങ്ങിയതാ. നടന്നു എത്ര നേരം ആയി പോയെന്നുള്ളു. അല്ല, നീ ഇത് എവിടെ പോകാൻ ഇറങ്ങിയതാ ഈ നട്ടുച്ചക്ക്? അമ്മയുടെ വീട്ടിൽ നിന്ന് 5-6 ചക്ക കൊണ്ടുവന്നു. 5-6 ചക്കയോ? എന്തിനെ? കണി കാണാനായിട്ട്. വിഷുകാലമല്ലേ? ആ അഡ്വക്കേറ്റിന്റെ വീട്ടില് ഞാനൊരു ചക്ക കൊണ്ട് കൊടുത്തേച്ച് വരുന്ന വഴിയമ്മേ. ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നും തൽക്കാലമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. മല്ലിക ചെന്ന് നീ ആ മല്ലികയോട് ഒരു ചക്ക അങ്ങ് ചോദിക്കുക. ഇപ്പൊ നാണോ മാനോ ഒന്നും നോക്കണ്ട. വിഷുക്കാലമായിട്ടൊരു ചക്ക വേണം, എങ്ങും കിട്ടാത്തതാ. നാണക്കേടാമേ, അങ്ങനെ അവളുടെ അടുത്ത് പോയി ചോദിക്കണ്ട. ഇപ്പൊ നാണോ മാനോ ഒന്നും നോക്കണ്ട. നീ എനിക്ക് വേണ്ടി ഒരു ചക്ക ചോദിക്കടി. എങ്ങൊന്നും ചക്ക കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ അവളുടെ മുമ്പ് കൈ നീട്ടത്തില്ല. എന്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ചോദിക്കടാ. വിളിക്ക്. മല്ലിക, സുഖം തന്നെയല്ലേ? വിഷുവിന് എന്താ പായസം? രൂപേഷേട്ടൻ വിഷുക്കോടി എടുത്തു തന്നോ? പിന്നെ പടക്കമൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചോ? എന്നാ പിന്നെ മല്ലിക ചെല്ല്. അതെ, ഇവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളമുണ്ട്. അവിടുന്ന് തിരിഞ്ഞ ഒരു ആശുപത്രി വരും, പുതിയതാ. അവിടെ നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. ഒന്ന് പോയി കണ്ടേരെ. നീ എവിടെ പോയിട്ട് വരുവാന്നോ? ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്. ഒരു ചക്ക തരുമോ?
ഒരു ചക്ക. അപ്പൊ അതിനായിരുന്നു ഈ വട്ടം വട്ടം കിടന്ന് ചുറ്റിയത്. അത് ആദ്യമേ അങ്ങ് ചോദിച്ചാ പോലെ ചക്ക വേണമെന്ന്. അതല്ല, ഒരു ചക്ക തന്നാലേ നാളെ വിഷുക്കണി കണ്ടിട്ട് തിരിച്ചു തന്നേക്കാം. എന്താ മോഹനവല്ലി, ചക്ക തരാം. ആണോ? കടമായിട്ട് മതി. അത് സാരമില്ല, വിഷുവായിട്ട് എന്റെ വക ഇരിക്കട്ടെ ഒരു ചക്ക. ഈ ദുരഭിമാനം ഒക്കെ വിട്ട് നമുക്ക് കൊണ്ടും കൊടുത്ത് സന്തോഷത്തോടു കൂടി കഴിയാവുന്നേ. കിട്ടി കൊടുക്കുന്നുണ്ട്, ചക്ക കിട്ടട്ടെ കയ്യിൽ. മല്ലികേ, അപ്പൊ എപ്പ കൊണ്ട് തരും ചക്ക വീട്ടില്? ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ചക്ക വേണമെങ്കിൽ വീട്ടിൽ വന്നാ മതി, ഞാൻ തരാം. നിന്റെ വീട്ടിലോട്ട് വരണോ ഒരു ചക്കയ്ക്ക്? അയ്യടി, എന്റെ അമ്മേ, അവളുടെ അഹങ്കാരം കണ്ടില്ലയോ? എന്നിട്ട് നമ്മൾ അഹങ്കാരികളാണെന്ന്. ആർക്ക് വേണം നിന്റെ ചക്ക? വേണ്ടമ്മേ, ചക്ക വേണം, നാളെ ചക്കയില്ല. വരാം, അങ്ങോട്ട് വരാം ചക്കയ്ക്ക്. വരാം. ഹായ് മല്ലിക. അയ്യോ മല്ലിക, കോളിംഗ് ബെൽ അടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങി കുറച്ച് നേരം അർജുനായിട്ട് ആരും തുറക്കുന്നില്ലെന്നേ. അത് ചിലപ്പോഴേ അകത്ത് വിഷുവിന്റെ ഒരുക്കങ്ങൾ നടത്തുകയായിരിക്കും. ആട്ടെ, മല്ലികയുടെ വീട്ടിലെ ഒരുക്കമൊക്കെ എന്തായി? അതൊക്കെ രൂപേഷ് ഏട്ടൻ ചെയ്തോളൂ. ഞാനേ കുറച്ച് പടക്കം വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് തരാം. അയ്യോ, എനിക്ക് പേടി അർജുനേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യാം മല്ലിക, ഞാൻ ഈ വിഷുവിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്ന് പാടട്ടെ. അയ്യോ, അതിനെക്കാളും ഭേദം പടക്കുവാ. എന്റെ അർജുനേട്ടാ, ഞാൻ കുറച്ച് കൊന്നപ്പൂ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. കൊന്നപ്പൂവാണോ? ഉണ്ട്. ഉണ്ടോ? കൃത്യസമയത്ത് തന്നെ മല്ലിക എത്തി. താങ്ക് യു അർജുനേട്ടാ. കൃത്യസമയത്ത് തന്നെ മോഹനവല്ലി എത്തി. കൃത്യസമയത്ത് തന്നെ ഞാനും എത്തി. രാധികയ്ക്കുള്ള വിഷു സമ്മാനമാണോ ഈ കൊന്നപ്പൂ? കണിക്കൊന്ന എങ്ങും കിട്ടാനില്ല. ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ. എത്ര നേരമായി വന്നിട്ടെന്ന് അറിയാവോ? ഇവിടെ എന്താ കൊന്നമരം ഉണ്ടോ? നിന്നോടുള്ള എല്ലാ സ്നേഹബന്ധം ഉപേക്ഷിക്കണം വിചാരിച്ചിരുന്നാ ഞാനും. ആണോ ഇല്ല, എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ? അയ്യടാ, ഇച്ചിരി മുമ്പ് വന്ന് ചക്ക വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തൊരു പഞ്ചാര വർത്തമാനമായിരുന്നു രണ്ടുപേരും. ചക്ക പിന്നെന്തോ, അത് മാങ്ങയാണോ? മാങ്ങ പറയാതിരിക്കാ ഭേദം. അർജുനേട്ടാ, അതിനോടൊന്ന് കേൾക്കണം. അയൽവക്കം വല്ലേ സ്നേഹബന്ധത്തോടു കൂടി പോട്ടെ എന്ന് വിചാരിച്ച് അവര് വന്ന് ചക്ക ചോദിച്ചപ്പോ ഞാൻ ചക്ക എടുത്തു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? അർജുനേട്ടാ, ചക്ക തന്നെയായിരുന്നു, പക്ഷെ അതിന്റെ മുമ്പിൽ ഒരു പേരുണ്ടായിരുന്നു, ശീമച്ചക്ക, കടച്ചക്കാന്നും പറയും കേട്ടോ. അമ്മേ, മല്ലിക കൊണ്ടുവന്ന ചക്ക ഇങ്ങടുത്തെ. പോവാ, പാട്ട് പറയാൻ അവസരം തരാം. ഇവളുടെ സാധനം കൊണ്ടൊന്നും പറഞ്ഞില്ലേ, ചക്ക, അത് കണ്ടിട്ട് പോയാ മതി കേട്ടോ. അമ്മേ, എന്താ ചക്ക? ഇവള് ചക്ക വന്നതേ വിളിച്ചു പറഞ്ഞു, നമുക്ക് വേണ്ടേ ചക്ക, അതെ കേട്ടോ, ചക്ക. എന്റെ പൊന്നോ, ഇത്തിരി കൊന്നപ്പൂ തന്നെന്നാണ് ഈ പുകില് മൊത്തം കാണിക്കുന്നേ. എന്റെ മല്ലിക, ഇപ്പൊ സമാസമമായി. നീ ഞങ്ങൾക്ക് ചക്ക തന്നതിന് പകരം ഞങ്ങൾ നിനക്ക് കൊന്നപ്പൂ വന്നു. നല്ലൊരു ദിവസമായി വിഷു ദിവസം ചുമ്മാ വഴക്കുണ്ടാക്കല്ലേ. എന്റെ അർജുനേട്ടാ, എനിക്ക് വേണ്ട ഈ കൊന്നപ്പൂ. അർജുനേട്ടൻ തന്നെ അങ്ങ് വെച്ചോ കേട്ടോ. ഒരു കൊന്നപ്പൂ. മല്ലികേ, ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടോ അവിടെ? ഉണ്ണിയപ്പച്ചട്ടി നിങ്ങനെ ഒരു കുന്തവും തരുന്നില്ല. ഈ ബന്ധവും വേണ്ട എനിക്ക്. ചക്ക അതെടുത്തോണ്ട് ഓടിയെന്നാ ഒക്കെ നീ നശിപ്പിച്ചു. വിഷു കഴിഞ്ഞിട്ട് അവളോട് പിണങ്ങിയാ മതിയായിരുന്നു. ഇനിയിപ്പോ ഉണ്ണിയപ്പച്ചട്ടിക്ക് എവിടെ പോം? വിഷുവിന്റെ അന്ന് ഉണ്ണിയപ്പം നിന്നില്ലെന്ന് വെച്ചു മൂന്നും സംഭവിക്കാൻ പോണില്ല. സംഭവിക്കും. അത് പോട്ടെ, ചക്കയ്ക്കോ? ചക്കയും മാങ്ങയും വെക്കാതെ ഞാൻ കണി കാണുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ കണി കാണണ്ട. ആര് പറഞ്ഞു കണ്ടോന്ന്? നീയാണോ നിശ്ചയിക്കുന്നത്? ഞാൻ കണി അതെങ്ങനെ നീ നിശ്ചയിക്കാൻ പറ്റും? ഗുരുവായൂരപ്പൻ സത്യം. അവക്ക് വെട്ടുവാദം വന്നടാ. എന്താ വാക്കൊന്നും ഞാൻ കാണിച്ചേ. ഈ ചക്കയില്ലാത്ത വിഷു വെറും ഡ്യൂപ്ലിക്കേറ്റ് വിഷു അല്ലയോ? ഞാൻ എവിടെങ്കിലും ചെന്ന് ചക്കയും മാങ്ങി കൊണ്ടുവരാം അമ്മയ്ക്ക് കണി കാണാനായിട്ട്. ഒരു റിക്വസ്റ്റേ ഉള്ളു, ഇതിന്റെ പേര് ഒരു വഴക്കുണ്ടാക്കരുത്. ഇല്ല, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. പോയി ചക്ക മാങ്ങ കൊണ്ടുപോവാ. ഇനി ചക്കയ്ക്കായിട്ട് ഞാൻ ഏത് പ്ലാവിൽ കയറണം? ചക്ക വാങ്ങാൻ പോയ ഡാഡിയെ കാണുന്നില്ലല്ലോ. വന്നിരുന്നെങ്കിൽ പടക്കം പൊട്ടിക്കായിരുന്നു. ഇപ്പൊ പൊട്ടിക്കണ്ട, എളുപ്പം കാലത്ത് കണി കണ്ടിട്ട് പൊട്ടിച്ചാ മതി. നല്ല ചക്ക, കണി വെക്കാൻ പറ്റിയ ചക്ക. ഇതാണ് ചക്ക. ചക്കയും മാങ്ങയും കിട്ടി, ഉണ്ണിയപ്പം മാത്രം കിട്ടിയില്ല. ഉണ്ണിയപ്പം വേണ്ട, ചക്ക മതി. ചക്ക നല്ല ചക്കയാടാ. ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? ഇത് ഈ ടൗൺ മൊത്തം ഞാൻ തിരക്കി കിടന്നമ്മേ, ഒരിടത്തും ഇല്ല. അവസാനം ആ തമിഴന്റെ കടയിൽ നിന്നാണ് അത് കിട്ടിയത്. തമിഴന്റെ കടയെന്നോ ഈ ചക്കയോ? എന്റെ ദൈവമേ, കാലം പോയ പോക്കി. പടക്കം ഒന്നും തൊടാൻ അച്ഛമ്മ സമ്മതിച്ചില്ല. ഡാഡി വരാൻ കാത്തിരിക്കുവായിരുന്നു.
പണ്ട് പുതിയടത്ത് ഉത്സവത്തിന് ഞാനായിരുന്നു കരിമരുന്ന് പ്രയോഗം. ഈ പടക്കം പൊട്ടിക്കാനൊക്കെ ഞാൻ വലിയ വിദഗ്ധനാ. എന്നോട്ടാടാ നീ കരിവേരനായത്? നീ കുടിച്ചിട്ടുണ്ടോടാ? വിഷുവല്യമ്മേ, വിഷു വിഷു വന്നാ കുടിക്കും, ഹർത്താൽ വന്നാ കുടിക്കും, ന്യൂ ഇയർ വന്നാ കുടിക്കും, കർത്തവാവ് ഒന്നാ കുടിക്കും. ആ ഞാൻ എന്നെ കൂടെ വഴക്കുണ്ടാക്കി കുടിക്കും, മിണ്ടിയാ കുടിക്കും. എന്ത് പറഞ്ഞു കേട്ടാ? ഞാനൊരു കാര്യം എന്താ ഇങ്ങോട്ട് പറയില്ലടി. എനിക്ക് നിന്നോട് ഇങ്ങോട്ട് കയറി പറഞ്ഞു കേട്ടോ. നിനക്ക് നാണോ മാനോ ഒന്നുമില്ലേ? നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും എനിക്കൊരു വെറുപ്പില്ലെന്നേ, സ്നേഹം മാത്രമേ ഉള്ളൂ. കാണ്ടാമൃഗത്തിന്റെ തൊലിയാ. നീ എന്താ ഗാന്ധിജിയുടെ പരമ്പരപ്പെട്ടതോ? ഈശ്വര, ഇത് വലിയ ശല്യമായല്ലോ. എന്റെ മല്ലിയേ, വെറും മല്ലിയേ, വന്ന കാര്യം പറ. മോഹനവല്ലി, ഇത് 1000 രൂപയുണ്ട്. എനിക്ക് 1000 ഒറ്റ നോട്ട് തരുമോ? നാളെ കണി കാണാൻ വെക്കാനാ. തരുമോ? ഇവിടെ ഇല്ല മല്ലിയെ, നീ ചെല്ലേ. ഉണ്ട്. നമ്മുടെ കയ്യിലെ 1000ന്റെ ഒറ്റ നോട്ടുണ്ടെന്ന് ഇവൾ അറിയട്ടമ്മേ. ശരിയാ. നീ ഇന്നലെ തലണക്കരി വെച്ചിരുന്നില്ലേ നമ്മള് കടയെ കൊണ്ടുപോയി മാറ്റി? അതിന് എടുത്തോണ്ടോ ആ മക്കള് പോയി? ഒരെണ്ണം മതി. 1000ന്റെ നോട്ടുണ്ട്, ഒരെണ്ണം കൊടുത്താൽ അതാ ബാക്കി എല്ലാമാരി ഇരിക്കണേ ചാവിയാ. നീ പോയി 1000 മതിയല്ലോ. 1000 മതി. ആമേ, ഈ ചക്ക എവിടെ നിന്ന് കിട്ടി? കടയെന്നോ? അല്ല, അങ്ങനല്ല, ഏത് കടയെന്നാ ചോദിച്ചത്. അമ്മ ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഇല്ല ഇല്ലാന്ന്. പോട്ടെ. ഹാപ്പി വിഷു. ഓക്കെ, അതിനായിട്ട് ഹാപ്പി വിഷു. ഈശ്വര, ഈ വർഷം എനിക്കും എന്റെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ. വേരപ്പാ. നീ മോളെ കൈ നീട്ടിയാട്ടെ. അമ്മേ, എന്താ ഇത്? സ്വർണ്ണനാണയം എവിടെ? സ്വർണ്ണതാണയോ അല്ല മോളെ, സ്വർണ്ണം കണ്ട അവിടെ ഇട്ടിട്ടുണ്ട്. അത് നീ കണി കണ്ടില്ലയോ? അങ്ങനെയാ കണി കാണുന്നത്. അയ്യോ, ഒരു സ്വർണ്ണനാണയം കൈ തൊടാതെ എങ്ങനെയാ അമ്മ ഈ വർഷം നന്നാവുന്ന? ഈ വർഷം എനിക്ക് സ്വർണ്ണമേ കിട്ടത്തില്ല. സ്വർണം കിട്ടും, നീ അതേ തൊട്ടാ മതി. അല്ല, ഇതിപ്പോ അമ്മ കൈനീട്ടം തന്നു പോയില്ലേ? ഇങ്ങനെയാണ് കൈനീട്ടം കൊടുക്കുന്നത് എല്ലാരും. ഇല്ലാതെ സ്വർണ്ണം ഉരുട്ട് കയ്യിൽ ആർക്കാ കൊടുക്കുന്നേ? അത് പറ്റത്തില്ല, എനിക്ക് സ്വർണ്ണനാണയം വേണ്ടേ? ആവശ്യമില്ലാതെ ഇത്രയും പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നു. നല്ലൊരു ദിവസമായിട്ട് നീ വളച്ചിലെടുക്കല്ലേ? ഞാൻ മനസ്സിലെടുക്കും. എന്താ ചെയ്യും? എന്താ ചെയ്യുന്ന? എടാ, ഇത് കണ്ടോ? ഞാനാണ് ഇപ്പൊ കാരണക്കാരി. പിന്നെ അല്ലാതെ ഇങ്ങനെയല്ലേ എല്ലാരും വിഷ്ണു കൂടെ? നിനക്ക് മാത്രം നിന്റെ വീട്ടിൽ സ്വർണ്ണം ഉരുട്ടി തലയിലാ വെച്ചിരുന്നത്. ഈ സമയത്ത് പിന്നെ എന്തിനാണ് ഈ വിളക്കത്തിച്ച് ഈ വെളുക്കാൻ കാലത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നീ എന്റെ ഒരു വർഷത്തെ കണിയാ അമ്മ ഇല്ലാതാക്കിയത്, അറിയോ? എടാ, ഇവിടെ വല്ല സ്വർണ്ണക്കടയിലും കൊണ്ട് നിർത്ത്. അവിടെ ഉള്ള സ്വർണ്ണം ഒക്കെ എടുത്ത് മേലെ മുഴുവൻ അഞ്ഞി ഇവിടെ നിർത്ത്. ഒരു വർഷം യുദ്ധം കാണാനായ എന്റെ വിധി. എന്റെ മോഹനവല്ലി, ഈ വിഷു നീ കുളവാക്കരുത്. എന്തോ ചെയ്യാനാ ഇങ്ങനെ തുടങ്ങിയ പെൺപിള്ളേര്? പിന്നെ പിന്നെ നീ തന്നെയാ കുറ്റക്കാരി. എങ്ങനെ കുറ്റക്കാരിയാവും? പിന്നെ സ്വർണ്ണം വേണോ നീ ഈ സമയത്താണോടി പറയുന്നത്? ഒരു പവനെന്ന് ചോദിച്ചില്ലല്ലോ. അരപ്പവനെങ്കിൽ അരപ്പവൻ ഇച്ചിരി തന്നൂടായിരുന്നു. അതങ്ങനെ ഇവിടെ ഉരുട്ടി വെച്ചിരിക്കുകയാണോ സ്വർണ്ണം? ഇങ്ങനെ അതെനിക്കറിയേണ്ട കാര്യമില്ല. നിനക്ക് പിന്നെ എന്താ അറിയേണ്ട കാര്യമുള്ളത്? മര്യാദക്ക് അതൊന്നോ ഈ വിളക്കത്തിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് വെറുതെ അതും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കരുത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതാ, പിള്ളേർ നിൽക്കുന്നു. ഇല്ലേ, മെല്ലം പറഞ്ഞേനെയായിരുന്നു. ഇപ്പൊ വാ, നമുക്ക് പടക്കം പൊട്ടിക്കാം. വാ, കത്തിച്ച ഒരു പടക്കം എനിക്ക് വിഴുങ്ങാൻ താടാ. ഞാനൊന്ന് പൊട്ടിത്തെറിക്കട്ടെ, എനിക്ക് വയ്യ. മര്യാദയ്ക്ക് എനിക്ക് സ്വർണ്ണനാണയം തരുന്നുണ്ടോ ഇല്ലേ? പിന്നെ സ്വർണ്ണനാണയം ഇവിടെ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കല്ലേ? എടുത്തങ്ങോട്ട് തരാനോ? വേണ്ട വേണ്ട വേണ്ട. കരുണേതുമില്ലല്ലോ എന്റെ കൃഷ്ണ. എന്തൊരു പ്രതീക്ഷയായിരുന്നു. എല്ലാം പോയില്ലയോ? ഗുരുവായൂരപ്പം കോപിക്കൂ. മൊത്തം കൊളവാക്കിട്ട് വന്ന് നിക്കുന്നത് കണ്ടില്ലേ? സമ്മതിക്കണം. മോളെ മോളെ. ഓ, എന്നെയാണോ? അതെ. എന്താ? നീ ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ? നിന്റെ കൈയുടെ വിരലിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണട്ടെ. ഓ, അതൊന്നും കാണണ്ട. ഒന്ന് നീട്ടടാ. നീട്ടടി. ഈ കൈയല്ല, വലത്തെ കൈ നീട്ടാൻ പറഞ്ഞേ.
കണ്ണൊന്ന് അടച്ച്. കണ്ണടയ്ക്കുമ്പോ കർപ്പൂരം കത്തിക്കാനല്ലേ കയ്യില്? വിശേഷമൊന്നും അധികം ഇങ്ങോട്ട് പറയണ്ട. കണ്ണടയ്ക്കും. കൈ നീട്ട്. തുറക്കരുത്. കർപ്പൂരം എടുത്ത് ഇനി കണ്ണ് തുറക്ക. എന്താടി? ഇത്രയും വലിയൊരു കൈനീട്ടം എന്റെ പെറ്റമ്മ പോലും എനിക്ക് തന്നിട്ടില്ലമ്മേ. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി നേരത്തെ എടുത്തു വെച്ചിരുന്നതാ. അപ്പോഴല്ലയോ നീ ചന്ദ്രഹാസം മുഴക്കിയത്. പിന്നെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. ഈ വർഷം തൊട്ട് എൻ്റെ മോള് സ്വർണ്ണ കനിയായിട്ട് വളരും കേട്ടോ. എന്താടാ നോക്കുന്നേ? കൊഞ്ഞാണോ? മോനെ കണ്ണ, ഈ ഒരു പടക്കം പൊട്ടിക്ക്. ഇതിപ്പോ സന്തോഷം എന്തുവാ? അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു കവിത പാടാം. നീ പാടുവോ? പാടും. പാടിയ ഞാൻ കൊന്നോളെ. ഞാൻ പാടും. പാടുവാടാ നീ. പാടും. എനിക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുക. ദൈവമേ. ഏതൊരു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന്റെ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എങ്ങനെയുണ്ട്? ഇത് ആരുടെ കവിതയാ? എന്റെ. നിന്റെ കവിതയാണോ? അല്ല, വൈലോപ്പിള്ളിയുടെ. കൊടുക്കടി അവന്റെ പുസ്തകത്തൊന്ന്. നമുക്ക് മല്ലിയേയും കൂടെ വിളിക്കായിരുന്നല്ലയോ? ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി